സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലേക്ക്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ നാളെ പ്രചാരണം ആരംഭിക്കും. വന്യജീവി ആക്രമണം മുഖ്യ വിഷയമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം. ബിജെപിയുടെ 4 സ്ഥാനാർത്ഥികൾ കൂടി കളത്തിലിറങ്ങിയതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ ആവേശത്തിലെത്തി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ കെ സുരേന്ദ്രൻ കളത്തിലിറങ്ങുന്നത് നരേന്ദ്രമോദി നേരിട്ടേൽപ്പിച്ച വലിയ ദൌത്യം നിർവഹിക്കാൻ. കേന്ദ്ര നേതാക്കളെല്ലാം വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അവിടെ മത്സരിക്കാൻ ഒരു അവസരം തന്നത്. ഞാൻ പൂർണ്ണ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയാണ്. പ്രചാരണത്തിനായി നാളെ വൈകിട്ട് കെ സുരേന്ദ്രൻ വയനാട്ടിലെത്തും. ലത്തീൻ വോട്ടുകൾ നിർണായകമായ എറണാകുളത്ത് KS രാധാകൃഷ്ണനെ കളത്തിലിറക്കുന്നതോടെ ധീവര വിഭാഗത്തിന്റെയും കടലോര മേഖലയുടെയും പിന്തുണ BJP ആഗ്രഹിക്കുന്നുണ്ട്. മണിപ്പൂരിൽ നടക്കുന്നത് എന്താണ്? മണിപ്പൂരിൽ വംശീയ കലാപമാണ് നടക്കുന്നത്. 2 ഗോത്രങ്ങൾ തമ്മിലുള്ള ഫൈറ്റാണ്. എത്രയോ നൂറ്റാണ്ടായിട്ട് തുടങ്ങുന്ന ഫൈറ്റാണ്. അല്ല, അതിന് മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. ആലത്തൂർ NDA സ്ഥാനാർത്ഥി നേരത്തെ വിക്ടോറിയ കോളേജിൽ SFIക്കെതിരെ രംഗത്തെത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. അന്ന് അവരെ പിന്തുണച്ചത് BJPയാണ്. വൈകിയെത്തിയാലും ആത്മവിശ്വാസത്തിലാണ് ഡോക്ടർ TN സരസു. എവിടെ ആയാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയാണ്. ഞാൻ 10-30 വർഷത്തോളം ജോലി ചെയ്ത ഒരു ജില്ല കൂടിയാണത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സിനിമാ താരം എന്നതിനൊപ്പം ഒരു നായർ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി കൊല്ലത്തെ സാമുദായിക സമവാക്യത്തിനൊപ്പം നിൽക്കാനായെന്ന കണക്കുകൂട്ടലിലാണ് BJP. G. കൃഷ്ണകുമാർ ഇതിനകം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി നമുക്കൊരു ചുമതല തരുന്നു. ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ മോഡിജിയുടെ വികസനത്തെപ്പറ്റി വാക്കാൽ പറയുന്ന വികസനമല്ല, കണ്ണിൽ കാണുന്ന വികസനങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്തരം വികസനങ്ങൾ കൊല്ലത്തും കൊണ്ടുവരണം. 16 BJP സ്ഥാനാർത്ഥികളും 4 BDJS സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങിയതോടെ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും BJP സജീവമായി കഴിഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.